ഐക്യരാഷ്ട്രസഭ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ 130 രാജ്യങ്ങളാണ് അംഗത്വ ഫീസ് അടയ്ക്കാനുള്ളത്. ഇതിൽ അമേരിക്ക മാത്രം നൽകാനുള്ളത് $4 ബില്യൺ. ഇതോടെ ഐക്യരാഷ്ട്രസഭയുടെ വിവിധ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. (2025-26) കാലഘട്ടത്തിൽ അംഗരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും കുടിശ്ശിക വരുത്തിയതോടെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പ്രവർത്തന സ്തംഭനവും ഉണ്ടായിരിക്കുന്നത്. പണം നൽകാൻ വിസമ്മതിക്കുന്നതും ഗാസ യുദ്ധം പോലുള്ള വിഷയങ്ങളിലെ ഭിന്നതയും സഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതായി സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകുന്നു. 2026 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഏകദേശം 130ഓളം രാജ്യങ്ങൾ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. യുഎന്നിന്റെ ബജറ്റിലേക്ക് ഏറ്റവും കൂടുതൽ പണം നൽകേണ്ട രാജ്യം അമേരിക്കയാണ്. നിലവിൽ അമേരിക്ക ഏകദേശം $4 ബില്യൺ കുടിശ്ശികയായി നൽകാനുണ്ട്. ഇതിൽ പ്രവർത്തന ബജറ്റും സമാധാന ദൗത്യങ്ങൾക്കുള്ള ഫണ്ടും ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎന്നിലെ പല പ്രവർത്തനങ്ങളെയും വിമർശിക്കുകയും ലോകാരോഗ്യ സംഘടനയുടേതടക്കം ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തത് പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. നികുതിദായകരുടെ ഡോളർ പാഴാക്കാൻ തങ്ങളില്ലെന്നും യുഎൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമേ കുടിശ്ശിക നൽകൂ എന്നുമാണ് യുഎസിന്റെ നിലപാട്. അമേരിക്കയ്ക്ക് പിന്നാലെ മറ്റു പല രാജ്യങ്ങളും ഈ രീതി പിന്തുടരുകയായിരുന്നു. 31 യുഎൻ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അമേരിക്ക പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ്. കടുത്ത സാമ്പത്തിക ക്ഷാമം കാരണം യുഎൻ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2026 ബജറ്റിൽ ഏകദേശം 2600ഓളം തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനാണ് നിർദ്ദേശം. മീറ്റിംഗുകൾ പരിമിതപ്പെടുത്തുക, എയർ കണ്ടീഷനിംഗ്, എസ്കലേറ്ററുകൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുക തുടങ്ങിയ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. 2025 അവസാനത്തോടെ യുഎൻ ജനറൽ അസംബ്ലി അതിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഭാഗികമായ മാറ്റം അംഗീകരിച്ചെങ്കിലും സംഘടന ഇപ്പോഴും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മാനുഷിക സഹായങ്ങൾ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഫണ്ടിങ്ങിനെയും ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിലുണ്ടായ വൻ നാശനഷ്ടങ്ങളും 40 ദശലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തതോടെയാണ് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനമാകുന്നത്. വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാനാണ് ലോകരാജ്യങ്ങൾ ഒത്തുചേർന്ന് 1945 ഒക്ടോബർ 24-ന് യുണൈറ്റഡ് നേഷൻസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. ചൈന, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, UK, USA തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ കരാർ അംഗീകരിച്ചതോടെയാണ് യുഎൻ ഔദ്യോഗികമായി നിലവിൽ വന്നത്. മുൻപ് നിലനിന്നിരുന്ന ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കൂടുതൽ ശക്തമായ ഒരു സംവിധാനമായി ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത്. 193 സ്വതന്ത്ര രാജ്യങ്ങൾ യുഎന്നിലെ അംഗങ്ങളാണ്. അന്താരാഷ്ട്ര സമാധാനത്തിനായി ആരംഭിച്ച ഈ സംഘടനയാണ് ഇപ്പോൾ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് പ്രവർത്തനങ്ങൾ താറുമാറായിരിക്കുന്നത്. ഈ നിലയിൽ ലോകരാജ്യങ്ങൾ നിസ്സഹകരണം തുടർന്നാൽ അധികം വൈകാതെ തന്നെ യുഎന്നിന്റെ പ്രസക്തിയും സംഘടന തന്നെയും ഇല്ലാതായേക്കും. ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളോട് വിമുഖത കാണിക്കുമ്പോൾ തന്നെ ബദൽ സംവിധാനത്തിന് അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളും യുഎന്നിന്റെ തകർച്ചയ്ക്ക് കാരണമായേക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന ബോർഡ് ഓഫ് പീസ് എന്ന സംഘടനയുടെ പ്രവർത്തനം ഗൗരവമായാണ് ഐക്യരാഷ്ട്രസഭയടക്കം വീക്ഷിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനു ശേഷമുള്ള ഗാസയുടെ പുനർനിർമ്മാണത്തിനും സമാധാന പാലനത്തിനും മേൽനോട്ടം വഹിക്കുകയാണ് സംഘടനയുടെ പ്രാഥമിക ചുമതല. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ഇന്തോനേഷ്യ തുടങ്ങി 25ഓളം രാജ്യങ്ങൾ നിലവിൽ സംഘടനയിൽ അംഗങ്ങളാണ്. ഇന്ത്യ ഇതുവരെ അംഗത്വം സ്വീകരിച്ചിട്ടില്ല. ഗാസയിലെ മാനുഷിക ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി ബോർഡ് ഓഫ് പീസിലെ അംഗരാജ്യങ്ങൾ $5 ബില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. യുഎന്നിന് അംഗത്വ ഫീസ് അടക്കം നൽകാതെ പിൻവലിയുന്നതിനിടെയാണ് അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ഈ പ്രഖ്യാപനം എന്നതും ഏറെ ശ്രദ്ധേയമാണ്.